അധികാര സ്ഥാനത്തിരിക്കുന്നവർ 30 ദിവസം കസ്റ്റഡിയിലായാൽ നീക്കം ചെയ്യാൻ അധികാരം നൽകുന്ന ബില്ലിനെ ന്യായീകരിച്ച പ്രധാനമന്ത്രി. അറസ്റ്റിലായ സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും നീക്കം ചെയ്തുകൂടാ എന്നായിരുന്നു മോദിയുടെ ചോദ്യം. പ്രതിപക്ഷം ബില്ലിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്നും മോദി പറഞ്ഞു. ये लेफ्ट वाले इस कानून का विरोध कर रहे हैं। ये बहुत गुस्से में है और कौन नहीं जानता उनको किस बात का डर है। जिसने पाप किया होता है वो अपने पाप को दूसरों से छुपाता है, लेकिन खुद को भीतर से जानता है कि क्या खेल खेला है। इन सब का भी यही हिसाब है। ये आरजेडी और कांग्रेस वाले कोई बेल पर बाहर है, कोई रेल के खेल में अदालत के चक्कर लगा रहा है और जो जमानत पे बाहर घूम रहे हैं। ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു. ദേശീയ തലസ്ഥാന മേഖലയിലെ തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച ശേഷം ആവാസ വ്യവസ്ഥയിൽ തുടർന്നു വിടാമെന്ന് സുപ്രീം കോടതി. തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്ന മുൻ നിർദ്ദേശം സുപ്രീം കോടതി ഭേദഗതി ചെയ്തു. തെരുവു നായ്ക്കൾക്ക് പൊതുനിരത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നത് അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഭക്ഷണം നൽകാനായി മുനിസിപ്പൽ അധികൃതർ പ്രത്യേക സ്ഥലം കണ്ടെത്തണം. പിടികൂടുന്ന നായ്ക്കളെ വാക്സിനും വിരമരുന്നും നൽകിയ ശേഷം എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ തുറന്നുവിടണം. ആക്രമണ സ്വഭാവമുള്ളതും പേവിഷബാധയുമുള്ള നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ തുറന്നുവിടരുത്. തെരുവുനായ വിഷയത്തിൽ രാജ്യവ്യാപകമായ ഏകീകൃത നയം രൂപീകരിക്കണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കനത്ത മഴ തുടരുന്ന ഗുജറാത്തിലെ പാൽ ടാങ്കറിൽ കുടുങ്ങിയ 11 പേരെ രക്ഷപ്പെടുത്തി NDRF സംഘം. പോർബന്ദർ ജില്ലയിലെ മാധവ്പൂരിൽ മോച്ച കടാച്ച റോഡിലെ വെള്ളക്കെട്ടിലാണ് ലോറി കുടുങ്ങിയത്. കൊളംബിയയിൽ വാഹനത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ച് 5 മരണം. കാലിയ നഗരത്തിൽ നടന്ന സ്ഫോടനത്തിൽ 36 പേർക്കാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. മാർക്കോ ഫിഡൽ സുവാരസ് മിലിറ്ററി ഏവിയേഷൻ സ്കൂളായിരുന്നു ലക്ഷ്യം എന്നാണ് നിഗമനം. കൂടുതൽ സ്ഫോടനങ്ങൾ ഭയന്ന് വലിയ ട്രക്കുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ ഈ സ്ഫോടനം അധികൃതരെ ആശങ്കപ്പെടുത്തുന്നു. മാസങ്ങൾക്ക് മുൻപ് കാലിയിലും പരിസര പ്രദേശങ്ങളിലും 7 പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇടതുപക്ഷ ഗറില്ലകൾ ഏറ്റെടുത്തിരുന്നു.